നാജിലുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടേയിരുന്നത്. അത് ഇതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ മോളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ മോളുണ്ടെങ്കിൽ തന്നെ വിട്ടിട്ട് പോയി. ആ സമയത്ത് പോലും തനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, തൻ്റെ മോളുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ തനിക്കെതിരെ ഒരുപാട് ശത്രുക്കളുണ്ട്. അവരുണ്ടെങ്കിൽ എൻ്റെ മോളെ കഴിവാക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവരോട് ചേർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നുള്ളതൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ തകർക്കാൻ നിൽക്കുന്നതുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെയാണ്. ഈ പണ്ട് തൊട്ടേ എന്നെ വലുതായിട്ട് നോക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാനുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നാജില മെയിനായിട്ട് പറയുന്നത് മോളെക്കുറിച്ചുള്ള കാര്യമാണ്. മോക്കുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും നാൾ, ഞാൻ ചെറിയ എന്തോ ഒരു തെറ്റ് എന്നും പറഞ്ഞിട്ടാണ് എന്നോട് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം ഷാൻ വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ തനിക്ക് ദേഷ്യം വന്നിട്ട് തൻ്റെ ആയിരുന്ന വെള്ളം എടുത്ത് കുട്ടിയുടെ മോന്തയിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ളൊരു പ്രശ്നമാണ്. ഞാനുണ്ടെങ്കിൽ അവളുടെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ അത് അവൾ സമ്മതിച്ചില്ല എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അമ്മൂമ്മയുടെ കൂടെ പോയി താമസിക്കുന്നതും. അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ നാജില വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഷാൻ്റെ മൊബൈലിൽ നിന്നൊരു മെസ്സേജൊക്കെ അയച്ചായിരുന്നു. മോൾക്ക് ആ സമയത്തുണ്ടെങ്കിൽ മോളുണ്ടെങ്കിൽ തിരിച്ച് വൃത്തികെട്ട മെസ്സേജ് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് സംസാരിച്ചതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടും പലവട്ടം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. എന്തായിരുന്നാലും ശരി, എൻ്റെ മോളുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഞാനുണ്ടെങ്കിൽ അവൾക്ക് എപ്പോഴും നല്ലത് വരട്ടെ എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സെൻറ്റിമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനുള്ളപ്പോൾ നിനക്കുണ്ടെങ്കിൽ എൻ്റെ വില മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിനക്കത് മനസ്സിലാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഇല്ലാതാവും എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നാജില പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഉണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതിലും നാജില ഉണ്ടെങ്കിൽ കുറച്ച് തുടക്കമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. കാരണം ആ കുട്ടി അങ്ങനെ അമ്മൂമ്മ എടുത്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നാജിലയിൽ നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, അല്ലാതെ ഒരിക്കലും ആയിരിക്കത്തില്ല. സോ എന്തായിരുന്നാലും ശരി, അത് എന്തോന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവർ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്തായിരുന്നാലും ഷഫീനയ്ക്ക് അത് അറിയാമെന്നുള്ള രീതിയിൽ ഷഫീനയും പറഞ്ഞിട്ടുണ്ടായിരുന്നു.